സ്കിന്നിന് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്കുണ്ട്. അതിൽ നമുക്ക് കോസ്മെറ്റിക് അക്യുപഞ്ചർ, കോസ്മെറ്റിക് ആയുർവേദ, അങ്ങനെ രണ്ടായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് അക്യുപഞ്ചറിൽ തന്നെ അതുപോലെ കോസ്മെറ്റിക് കപ്പിംഗ്, അങ്ങനെ ഒത്തിരി ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസ് നമുക്ക് സ്കിൻ ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം മുഖത്ത് ആക്നെ, അതുപോലെ അണ്ടർ ഐൻ്റെ ഡാർക്ക്നെസ്, ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന് നല്ല രീതിയിൽ തന്നെ ഈ കോസ്മെറ്റിക് അക്യുപഞ്ചറും കോസ്മെറ്റിക് ആയുർവേദയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് കോസ്മെറ്റിക് അക്യുപഞ്ചർ മാത്രമായിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് മുഖത്ത് കുറേ നീഡിൽസൊക്കെ കുത്തിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ലിംഫാറ്റിക് വെസൽസ് ആക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഗ്ലോ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അല്ലാണ്ട് പോലും നമുക്ക് ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാവരും ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലേ. ആക്ച്വലി നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ എൻസൈംസിനെ കുറേ കൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ബോഡിക്ക് പറ്റും. അതിന് അക്യുപ്രഷറിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലി തന്നെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനുള്ള അക്യുപ്രഷർ പോയിന്റ്സ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുഖത്ത് ബ്രൈറ്റ്നസ് ഒക്കെ വരും. അപ്പോൾ എക്സ്ട്രാ ഒരു ഗ്ലൂട്ടാത്തയോണിൻ്റെ ആവശ്യകത വരാറില്ല.